കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതായ ചിന്ത യഹോവയായ ദൈവത്തിന് വിശുദ്ധ തിരുവെഴുത്തുകളിൽ അവൻ്റെ സ്വഭാവ വിശേഷണ ഗുണങ്ങളെ ഉദ്ഘോഷിക്കുന്ന കോമ്പൗണ്ട് നെയിംസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സംയുക്ത നാമങ്ങളെക്കുറിച്ചാണ്. ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് യഹോവ റാഫ, യഹോവ സൗഖ്യമാക്കുന്ന ദൈവം എന്നുള്ളതായ ആ സംയുക്ത നാമത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് യഹോവ ശാലോം, യഹോവ നമ്മുടെ സമാധാനം എന്നുള്ളതായ കോമ്പൗണ്ട് നെയിമാണ് യഹോവ ശാലോം. ശാലോം എന്ന വാക്ക് നമ്മൾ വളരെയധികം കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. ഇസ്രയേലിൽ ആളുകൾ പരസ്പരം കാണുമ്പോൾ അവർ ശാലോം, സമാധാനം എന്ന് പറയാറുണ്ട്. കർത്താവ് യേശുക്രിസ്തുവും ഇതേ ഒരു കാര്യം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ളവരോട് സമാധാനം എന്ന് പറവീൻ. സമാധാനം എന്ന് ഇവിടെ പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ടും തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ സമാധാനത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. യഹോവ നമ്മുടെ സമാധാനം. അതിന് ആസ്പദമായിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 24-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഗിദെയോൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് അതിന് യഹോവ ശാലോം എന്ന് പേരിട്ടു. അതിന്നുവരെയും അബീസ്രയ്ക്കുള്ള ഒഫ്രയിൽ ഉണ്ട്. ഗിദെയോനെക്കുറിച്ച് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇസ്രയേലിന് ന്യായപാലനം ചെയ്തതായ ദൈവം എഴുന്നേൽപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു ഗിദെയോൻ. ഗിദെയോനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദ മാൻ ഓഫ് വാലർ, പരാക്രമശാലിയായ മനുഷ്യൻ എന്നാണ്. എന്താണ് ഗിദെയോൻ ചെയ്തത്? ഇസ്രായേൽ ജനം മിദ്യാന്യർ നിമിത്തം വളരെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത് ഇസ്രായേലിയ കർഷകർ വിതച്ചതായ വിത്തുകൾ, വളർന്നതായ ഗോതമ്പ് മണികൾ, ഇവയെല്ലാം തന്നെ മിദ്യാന്യർ വന്ന് നശിപ്പിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് തന്നെ തൻ്റെ വിളകളെ സംരക്ഷിക്കുവാൻ മിദ്യാനെ ഭയപ്പെടാതെ ഗിദെയോൻ എന്നതായ ആ മനുഷ്യൻ മുന്തിരിച്ചക്കിനരികെ ഗോതമ്പ് മെതിച്ചു എന്ന് നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇത് ദൈവം കണ്ടു. നമ്മുടെ പ്രവൃത്തികളെയും ദൈവം എപ്പോഴും വാച്ച് ചെയ്യുന്ന ദൈവമാണ്. അത് ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കണ്ണ് ഭൂമി എല്ലായിടവും ഊടാടി സഞ്ചരിക്കുന്നു. അങ്ങനെ ഊടാടി സഞ്ചരിച്ചതായ ദൈവത്തിൻ്റെ കണ്ണ് ഈ ഗിദെയോന്റെ മേൽ പതിച്ചു. കാരണം അവൻ ചെയ്തതായ പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിന് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് സെരുബ്ബാബേലിനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ആലയത്തിൻ്റെ പണി മുടങ്ങിപ്പോയപ്പോഴും തൂക്കുകെട്ട കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സെരുബ്ബാബേലിനെ സക്കറിയാവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് യാതൊരു ഭംഗവും വരുത്താത്ത ആളുകളെ ദൈവം വിശ്വസ്തന്മാരായിട്ട് കാണും. അവരിലൂടെ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. സാഹചര്യങ്ങളെല്ലാം തന്നെ പ്രതികൂലമായാലും ദൈവസന്നിധിയിൽ വിശ്വസ്തനായി നിന്നാൽ ദൈവം നമ്മെ ഏവരെയും മാനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഈ ഗിദെയോൻ എന്നതായ വ്യക്തി. അവരെന്താ ചെയ്തത്? ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. ഒരു മനുഷ്യൻ എന്ന പോലെ തന്നെ ഒരുവൻ ഈ ഗിദെയോന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട്, അല്ലയോ പരാക്രമശാലിയെ, ദൈവം നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള അനേക കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ ദൂതൻ അപ്രത്യക്ഷമായപ്പോൾ ഗിദെയോന് ഒരു കാര്യം മനസ്സിലായി. അത് ഒരു കേവലം മനുഷ്യനല്ല, അതൊരു ദൈവത്തിൻ്റെ ദൂതനാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ അവൻ വളരെയധികം ഭയപ്പെട്ടു. എന്തുകൊണ്ട് ഭയപ്പെട്ടത്? അവൻ ഒരു പരാക്രമശാലിയാണെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അവൻ ബഹുമാനത്തോടെ കാണുകയും വളരെ ബഹുമാനത്തോടു കൂടിയുള്ള ഭയം അവൻ പ്രകടിപ്പിക്കുകയും ചെയ്തു. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തെയും ദൈവ സാന്നിധ്യത്തെയും നമ്മൾ വളരെ ബഹുമാനത്തോടു കൂടെ കാണണം. ഏതെങ്കിലും ജഡപരമായിട്ടുള്ള ഒരു പ്രതികരണത്തെക്കുറിച്ചല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, മറിച്ച് ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്കൊരു ബഹുമാനം ഉണ്ടായിരിക്കണം. ദൈവവചനത്തെക്കുറിച്ച് നമുക്കൊരു ബഹുമാനം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരെ ദൈവം മാനിപ്പാനിടയായിത്തീരും. അതുകൊണ്ട് അവൻ ആയിരുന്ന സ്ഥലത്ത് ഒരു യാഗപീഠം പണിതു. ആ യാഗപീഠത്തിന് ഇട്ടതായ പേരാണ് യഹോവ ശാലോം, യഹോവ നമ്മുടെ സമാധാനം. ഈ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ഒരു സമാധാനമില്ലാത്തതായ ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തോട് പോലും സമാധാനമില്ലാത്ത വ്യക്തി. അവൻ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ദൈവം നമ്മോടുകൂടി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ അനർത്ഥങ്ങളൊക്കെ നമുക്ക് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ധാരാളം ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് ഈ പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നത്? ദൈവം എന്നോടുകൂടെ ഇല്ലയോ?
ദൈവം എന്നെ കാണുന്നില്ലയോ? എൻ്റെ സങ്കടങ്ങൾ കാണുന്നില്ലയോ? എൻ്റെ അവസ്ഥ കാണുന്നില്ലയോ? എൻ്റെ മക്കളുടെ അവസ്ഥകൾ കാണുന്നില്ലയോ? എൻ്റെ ഭവനത്തിൻ്റെ സ്ഥിതി ദൈവം കാണുന്നില്ലയോ? അതിനുള്ള ഒരു മറുപടി ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. നാം ദൈവത്തോട് സമാധാനമുള്ളവരായി തീർന്നാൽ തീർച്ചയായിട്ടും നമ്മളുടെ ഇങ്ങനെയുള്ള അരിശിതാവസ്ഥകളെല്ലാം മാറിപ്പോകുവാനിടയായിത്തീരും. എന്ന് മാത്രമല്ല, ദൈവത്തോട് നമുക്കൊരു സമാധാനം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ ദൈവത്തോടുള്ള സമാധാനത്തിന് കാരണം എന്താ? ആ ദൈവത്തെ തിരിച്ചറിയുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തോടുള്ള ആ ഒരു സമരം അല്ലെങ്കിൽ ദൈവത്തോടുള്ള അവൻ്റെ ആ പോരാട്ടം അത് മാറ്റുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള അവൻ്റെ ആ കൂട്ടായ്മയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന, ആരാധന, സഭായോഗങ്ങൾ ഇതെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അത് നമുക്ക് ഈ ഗിദെയോൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഗിദെയോൻ പറയുന്നു, ഇപ്പോൾ എനിക്ക് സമാധാനം ലഭിച്ചു, ഇപ്പോൾ എനിക്ക് സ്വസ്ഥത ലഭിച്ചു. ഞാൻ മിദ്യാനെ ഓർത്തും അതേപോലെ തന്നെ മിദ്യാൻ ഇസ്രയേലിൽ ചെയ്യുന്നതായ നശീകരണ പ്രവർത്തനങ്ങളെ കണ്ടും കേട്ടും എൻ്റെ ഹൃദയമാകെ തടന്നിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴെനിക്ക് സമാധാനം ലഭിച്ചു. അതുകൊണ്ട് താൻ പറയുന്നു, യഹോവ ശാലോം, യഹോവ എൻ്റെ സമാധാനം. എന്നാൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുന്നത്? റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. എങ്ങനെ നമുക്ക് സമാധാനം പ്രാപിക്കാൻ കഴിയും? വിശ്വാസത്താലുള്ള നീതീകരണം നമ്മൾ പ്രാപിക്കണം. എങ്ങനെയാണ് വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കുന്നത്? ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അത് ഏറ്റെടുത്തുകൊണ്ട് ദൈവവചനത്തെ നാം വിശ്വസിച്ച് ആയിരിക്കുമ്പോൾ ആ വിശ്വാസം മൂലം നമ്മളിൽ സമാധാനമുണ്ടാകും. ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങളുള്ള ആളുകൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദൈവം തരുന്നതാണ് ഈ യഹോവ ശാലോം, ദൈവം നൽകുന്നതായ സമാധാനം. അതേപോലെ തന്നെ യെശയ്യാ പ്രവചനം 26-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, സ്ഥിരമാനസൻ എന്ന് പറഞ്ഞാൽ സ്ഥിരതയോടുകൂടെ നിൽക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. അപ്പോൾ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് ആശ്രയിച്ചിരിക്കുന്ന വ്യക്തിക്ക് പൂർണ്ണമായി സമാധാനമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സമാധാനമില്ലാതെ ജീവിക്കാനുള്ള ഒരു വ്യക്തിയല്ല. ഒരുപക്ഷെ നിങ്ങളൊരു ക്രിസ്ത്യാനിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിശുദ്ധ വേദവസ്തം അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം, യേശുവിനെക്കുറിച്ച് കേട്ട ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പല പ്രശ്നങ്ങളുടെ മുമ്പിൽ സമാധാനം ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ കഴിവുള്ള ഒരേ ഒരുവരേ ഉള്ളൂ, അതാണ് യഹോവ ശാലോം. എന്നാൽ എന്ത് ചെയ്യണം? വിശ്വാസത്താലുള്ള ആ നീതീകരണം നാം പ്രാപിക്കണം. ഗിദെയോൻ അത് പ്രാപിച്ചു. അവൻ വിശ്വസിച്ചു, എൻ്റെ മുമ്പാകെ ഇത്രയും നേരം എന്നോട് സംസാരിച്ചത് ഒരു ദൈവത്തിൻ്റെ ദൂതനായിരുന്നു. അതുകൊണ്ട് ആ ഒരു സത്യം തിരിച്ചറിഞ്ഞപ്പോൾ താൻ ഒരു യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ചു. ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ആ ബന്ധത്തിലേക്ക് ഗിദെയോൻ മടങ്ങി വന്നപ്പോൾ തനിക്ക് സമാധാനം ലഭിക്കാനിടയായി തീർന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ആ സ്വർഗീയ സമാധാനം അനുഭവിക്കണമെങ്കിൽ ദൈവത്തോടുള്ള റിക്കൺസിലേഷനിൽ കൂടെ മാത്രമേ, ദൈവത്തോടുള്ള നിരപ്പിലൂടെ മാത്രമേ അത് കഴിയത്തുള്ളൂ. അത് പ്രാപിക്കുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, എന്ന് ഞങ്ങൾ കേൾപ്പിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. യഹോവ ശാലോം എന്നുള്ളതായ ആ ഒരു വാക്ക്, ആ ഒരു സംയുക്ത നാമം ഞങ്ങളെ അങ്ങ് ബോധ്യപ്പെടുത്തുന്നതിനായി സ്തോത്രം. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, ആ സമയം മുതൽ ഞങ്ങൾ ദിവ്യ സമാധാനം അനുഭവിക്കുന്നു എന്നുള്ളത് തിരുവചനത്തിലൂടെ ബോധ്യമാക്കിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. കൂടുതൽ ദൈവവചന പഠനത്തിനും പ്രാർത്ഥനയ്ക്കും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.